ഞാൻ പോയിട്ട് ഒരു നിക്കയച്ചിട്ട് വരാം. അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച നാട്ടിൽ പോയത് 2 കല്യാണം കൂടാൻ വേണ്ടിയിട്ടാണ്. ഏറെന്തി കാരണം ഒരെണ്ണം മിസ്സായി, രണ്ടാമത്തത് ഈ കല്യാണത്തിനാണ്. 20 രാവിലെ തന്നെ ജസീൽ കോഴിക്കോട് നിന്ന് വിട്ട് കണ്ണൂരിൽ നിന്ന് എന്നെയും പിക്ക് ചെയ്ത് നമ്മൾ കാസർഗോഡേക്ക് വിട്ട് ഇറങ്ങി 1.5 മണിക്കൂറിന് ടയർ പണിയായി. പക്ഷെ അത് നമ്മൾ സിമ്പിളായി സോൾവ് ചെയ്ത്. പിന്നെ പോകുന്ന വഴിക്കാണ് അവൻ്റെ ഫ്രണ്ടിൻ്റെ വീട് നിന്ന് അങ്ങോട്ടേക്ക് കയറാന്ന് പറഞ്ഞ് കയറി മതിലുമ വരെ കയറി. ഒരു പണിയും കൂടി കിട്ടിയിരുന്ന്, അത് എൻ്റെ തെറ്റാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ വീഡിയോയിൽ പറയുന്നില്ല. അങ്ങനെ നമ്മൾ മണവാളൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. കാസർഗോഡിലെ ഏറ്റവും അടിപൊളി ബിരിയാണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈസ്രോയ് റെസ്റ്റോറൻറ്റ് കൊണ്ടുപോയിട്ട് 2 ചിക്കനും 1 മട്ടനും പറഞ്ഞു. ഞാൻ മുമ്പ് ഒരു പ്രാവശ്യം ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ നാട്ടിലേക്ക് ബിരിയാണി സെർവ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഇടാം. എന്തായാലും ഓൻ പറഞ്ഞ പോലെ തന്നെ മട്ടൻ ബിരിയാണി അത്യാവശ്യം അടിപൊളി തന്നെയാണ്. പക്ഷെ എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ചിക്കൻ ഫ്രൈ പറഞ്ഞിരുന്നു. വെറുതെ പറഞ്ഞതാണ്, പക്ഷെ കഴിച്ച് നോക്കിയപ്പോൾ കിഡ്ലൻ ടേസ്റ്റ്. വീണ്ടും ഓർഡർ ചെയ്ത്. അപ്പോൾ അതും കഴിഞ്ഞിറങ്ങി നമ്മൾ നേരെ മാർക്കറ്റിൽ പോയി അവൻ്റെ ടൈലർ അടുത്ത് പോയി ഡ്രസ്സ് എടുത്ത് പിന്നെ വീണ്ടും ഭക്ഷണം കഴിക്കാൻ പോയി. ഈ സ്ഥലത്ത് പോയിട്ട് ഡൈനമൈറ്റ് ചിക്കൻ മോമോസ് കഴിച്ച്. കൊള്ളാം കേട്ടോ, എനിക്ക് ഈ സ്ഥലവും അറ്റ്മോസ്ഫിയറൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട്. പിന്നെ ചെക്കൻ എൻ്റെയും ജസീലിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു 2നും ഒന്ന് മെനാക്കി എടുക്കാനുണ്ട്. ഫുൾ ചിലവ് വഹിച്ച സെറ്റല്ലേ. പിന്നെതാ ഈ ഒരു ഷെയ്ക്ക് കുടിച്ച്. ഇതിന് ഇവരെന്താ പറയുന്നത് കൊണ്ടം. അതാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കേൾക്കുന്നത്. കരിക്കുന്നും കേട്ടിട്ടുണ്ട്, ഇളനീർന്നും കേട്ടിട്ടുണ്ട്. എന്തായാലും അത് കഴിഞ്ഞ് ഈ ഫയർ സോഡ കിട്ടുന്ന ഷോപ്പ് കൊണ്ടുപോയി. ഒരു ആക്രിക്കടയാണ്, പക്ഷേ അതിൻ്റെ ബാക്കിൽ അവർ ഈ മിച്ചറും കാര്യങ്ങളൊക്കെ ഈ സ്പൈസി സോസിലിട്ടിട്ട് തരുന്നുണ്ട്. ഈവൻ എന്ത് ധൈര്യത്തിൽ ഇത് കഴിക്കുന്നത് എനിക്കറിയില്ല. അടുത്ത ദിവസം രാവിലെ ഓൻ്റെ അന്ന് നിൽക്കാഹ്, ഓൻ്റെ ധൈര്യം സമ്മതിച്ചു കൊടുത്ത്. എന്തായാലും സംഭവം അടിപൊളിയാണ്. ആ വൈക്ക് പോകുന്നെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തേക്കും. ഒരു എരിവും പുളിയും മധുരമൊക്കെ ഒരുമിച്ചുള്ള സാധനമാണ്. പിന്നെ ഈ കറിച്ചട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പ്, അവിടെ ചെന്നിട്ട് അവൻ കുറച്ച് സ്നാക്സ് ഓർഡർ ചെയ്തു. ഒരു ചിക്കൻ റോള്, ഒരു കൊത്തു പൊറോട്ട, ബീഫ്. നമ്മൾ ഗൾഫിൽ വെച്ച് നോക്കുമ്പോൾ അൽഹംദുലില്ലാ നാട്ടിലെ ഫുഡിൻ്റെ റേറ്റൊക്കെ അത്യാവശ്യം അടിപൊളിയാണ്. ചെറിയൊരു റേറ്റിന് അത്യാവശ്യം നല്ല ഫുഡ് കിട്ടും. ഇതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നല്ല ഹാപ്പിയായി. പിന്നെ ഇത് കണ്ടില്ലേ, ഐ ലവ് ഖത്തർ. അത് കഴിഞ്ഞ് നമ്മൾ റൂം പോയി കിടന്നു തുടങ്ങി. അടുത്ത ദിവസം രാവിലെ വീണ്ടും ചെക്കൻ്റെ വീട്ടിൽ പോയി ഒരു ലൈറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ്, ജസ്റ്റ് പൊറോട്ടയും കറിയും. എന്താ പറയുക, ചെക്കനെ നമ്മൾ ആർവാഗണിൽ തന്നെ വടകര എത്തിക്കാന്ന് പറഞ്ഞു. ഓളത്ത് തന്നെ ഒരു റൂം എടുത്തിരുന്നു അവനൊന്ന് മെനയാക്കാൻ വേണ്ടിയിട്ട്. അവിടെ എത്തിയപ്പോഴാണ് ചെക്കൻ്റെ മുഖത്ത് ടെൻഷൻ വന്നത്. ഓനെ പറഞ്ഞിട്ട് കാര്യമില്ലേ, സ്വന്തം നിക്കാഹ് എന്നൊക്കെ പറയുമ്പോൾ സന്തോഷം ഉണ്ടാവും, അതേപോലെ തന്നെ ടെൻഷനും ഉണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ പെട്ടെന്ന് തന്നെ ഹെയർ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കി അവിടെ നമ്മളങ്ങനെ ഇറങ്ങി. ഞാൻ പോയിട്ട് ഒരു നിക്കയച്ചിട്ട് വരാം. പിന്നെ കല്യാണ ചെക്കൻ്റെ കൂടെ പോകുമ്പോൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം എന്താ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ സംഭവം. ചെക്കൻ്റെ ഹൈലൈറ്റ് കൊണ്ടുപോകാൻ പാടില്ല. അവിടെ നിന്ന് അങ്ങോട്ട് നേരെ നമ്മൾ ഹാളിലേക്ക് പോയി നിക്കാവും കാര്യങ്ങളൊക്കെയാണ്. ഇനി വോയിസ് ഓവർ ഒന്നുമില്ല, നിങ്ങൾ കണ്ട് എൻജോയ് ചെയ്തോളി. കുറെ കാലത്തിന് ശേഷമായിട്ട് ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. ഞാൻ ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് മുന്നോട്ട് ചെയ്യുന്നതായിരിക്കും. How does it feel to be married? അൽഹംദുലില്ലാ. ഇതിന്റെ പകുതി, ബാക്കി പകുതി അവിടെ ഒരു